PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലോയിൽ നിന്നും 7ാമത്തെ ചാപ്റ്ററാണ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 55 മുതൽ 62 വരെയുള്ള സെക്ഷൻസും 53 മുതൽ 63 വരെ ഉള്ള റൂളുകളുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ചാപ്റ്റർ 7 പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 55 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 55 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ മറ്റൊരു ഫണ്ടും മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കരുത് എന്ന് പറയുന്നത് സെക്ഷൻ 55ലാണ്. നോ പാർട്ട് ഓഫ് ദ ഫണ്ട്സ് അതർ ദാൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ബൈ വേ ഓഫ് ബോണസ് ഓർ ഡിവിഡൻഡ്. നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ മറ്റൊരു ഫണ്ടും മെമ്പേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഈ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് സർട്ടിഫൈ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCA ആണ്. അപ്പോൾ സെക്ഷൻ 55 പറയുന്നത് ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. നോ പാർട്ട് ഓഫ് ദ ഫണ്ട്സ് അതർ ദാൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ് ഓർ ഡിവിഡൻഡ് ഓർ അതർവൈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് പെർ സെക്ഷൻ എന്ന് ചോദിച്ചാൽ ഉത്തരം സെക്ഷൻ 55 ആണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് 1969. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് 1969. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനിലാണ്? ഉത്തരം സെക്ഷൻ 56. സെക്ഷൻ 56ലാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 56 പറയുന്നത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. The net profit distribution of a cooperative society is made according to the provisions of bylaw. അപ്പോൾ 56 പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലാണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ബാലൻസ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് റിസർവ് ഫണ്ട്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ഇതൊക്കെയാണ്. ആദ്യം ഈ ഫണ്ട്സിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് ബാക്കിയാണ് ബോണസ്, ഡിവിഡൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലവാക്കുന്നത്. ഇതെല്ലാം പറയുന്നത് സെക്ഷൻ 56ലാണ്. അപ്പോൾ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 56ലാണ്. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു റിസർവ് ഫണ്ട്? ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു റിസർവ് ഫണ്ട്? ഉത്തരം നോട്ട് ലെസ് ദാൻ 15%. നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ടാണ് റിസർവ് ഫണ്ടിലേക്ക് നീക്കി വെക്കേണ്ടത്. അപ്പോൾ 56ലാണ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസൽ പറയുന്നത്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ട് റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കണം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൽ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൽ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ. ഉത്തരം കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അപ്പം നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ട് റിസർവ് ഫണ്ടിലേക്ക് നീക്കി വെക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നോട്ട് എക്സീഡിങ് 5% ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം നോട്ട് എക്സീഡിങ് 5% ആണ്. മാക്സിമം എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. മാക്സിമം എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. ഉത്തരം 1 lakh. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ മാക്സിമം എമൗണ്ട് 1 ലക്ഷം രൂപയാണ്. മിനിമം 2000 രൂപയാണ്. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ടു കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്? ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ടു കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്? ഉത്തരം 10%. നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് രജിസ്ട്രാറാണ്. മാക്സിമം എമൗണ്ട് ഓഫ് മെമ്പർ റിലീഫ് ഫണ്ട്. മാക്സിമം എമൗണ്ട് ഓഫ് മെമ്പർ റിലീഫ് ഫണ്ട് ഉത്തരം 1 lakh.
മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ മാക്സിമം എമൗണ്ട് 1,00,000 രൂപയാണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. മെമ്പർ റിലീഫ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ് കെപ്റ്റ് ബൈ ഉത്തരം രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് രജിസ്ട്രാറാണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 5%. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ 5% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ആസ് പെർ സെക്ഷൻ 56 ഓഫ് KCS Act 1969, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്സ് ടു മെമ്പേഴ്സ് ഓൺ ദെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അറ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിംഗ് %. ആസ് പെർ സെക്ഷൻ 56 ഓഫ് KCS Act 1969, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്സ് ടു മെമ്പേഴ്സ് ഓൺ ദെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അറ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിംഗ് %. ഉത്തരം 25%. മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്ന് ചോദിക്കാറുണ്ട്. അത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ അത് 25% ആണ്. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ടു മെമ്പേഴ്സ് ഓൺ ദെയർ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അറ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിംഗ് ഉത്തരം 25%. ആസ് പെർ സെക്ഷൻ 56 ഓഫ് KCS Act 1969, donations of amounts not exceeding %% of the net profit for any charitable purpose. As per section 56 of KCS Act 1969, donations of amounts not exceeding %% of the net profit for any charitable purpose. ഉത്തരം 10%. ഡൊണേഷൻ എത്ര ശതമാനമാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഉത്തരം 10% ആണ്. ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് വന്ന വർഷം 1890. ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് നിലവിൽ വന്ന വർഷം 1890. ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ് ഈസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS Act 1969. ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ് ഈസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS Act 1969. ഉത്തരം സെക്ഷൻ 56A. സെക്ഷൻ 56A പറയുന്നത് ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ് ആണ്. അപ്പോൾ സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, 56A ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഈസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS Act 1969. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഈസ് ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് KCS Act 1969. ഉത്തരം സെക്ഷൻ 57. സെക്ഷൻ 57 പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ആണ്. സംഘത്തിൻ്റെ ഫണ്ട്സ് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് സെക്ഷൻ 57 സെക്ഷൻ 57A ഓഫ് KCS Act ഡീൽസ് വിത്ത് സെക്ഷൻ 57A ഓഫ് KCS Act ഡീൽസ് വിത്ത് ഉത്തരം ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 57A. The government may, by notification in the Gazette, frame a scheme to be called the Cooperative Development and Welfare Scheme for the establishment of a fund called Cooperative Development and Welfare Fund. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്തിൻ്റെ ബേസിസിലാണ് ചോദിച്ചാൽ അത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. സെക്ഷൻ 57, 57A, 57B, 57C, 57D, 57E ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെക്ഷൻ 57B ഓഫ് KCS Act ഡീൽസ് വിത്ത് സെക്ഷൻ 57B ഓഫ് KCS Act ഡീൽസ് വിത്ത് ഉത്തരം ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 57B. Government may, by notification in the Gazette, frame a scheme to be called Deposit Guarantee Scheme. A society may contribute to the Deposit Guarantee Scheme at such rate as may be provided in the said scheme. Deposit Guarantee Scheme നിലവിൽ വന്നത് 2012 ജനുവരി 11. ഇത് റിപ്പീറ്റഡായി ചോദിക്കുന്നതാണ്. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം നിലവിൽ വന്നത് 2012 ജനുവരി 11. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന എല്ലാ സൊസൈറ്റികളും ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കണം, അല്ലെങ്കിൽ പെനാൽറ്റി ഉണ്ടാവും. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം വന്ന വർഷമാണ് 2012.
Section 57C of KCS Act deals with Section 57C of KCS Act deals with ഉത്തരം കൺസോഷ്യം ലെൻഡിംഗ് സ്കീം. കൺസോഷ്യം ലെൻഡിംഗ് സ്കീമിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 57C സെക്ഷൻ 57C അനുസരിച്ചാണ് ഗവൺമെൻറ് കൺസോഷ്യം ലെൻഡിംഗ് സ്കീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. The government may, by notification in the Gazette, frame a scheme to be called Consortium Lending Scheme for the purpose of providing loans for infrastructure development to societies, local authorities or similar institutions on government guarantee. അപ്പോൾ പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് ഈ കൺസോഷ്യൽ ലെൻഡിങ് സ്കീമിനേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ അതിന് ഗ്യാരണ്ടി കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഗ്യാരണ്ടിയിലാണ് ഈ സ്കീം നടപ്പിലാക്കുന്നത്. അപ്പം സെക്ഷൻ 57C പറയുന്നത് കൺസോഷ്യം ലെൻഡിംഗ് സ്കീം. സെക്ഷൻ 57D ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 57D ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. കടാശ്വാസ പദ്ധതി അതാണ് കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം. ഇതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 57D. The government may, by notification in the Gazette, frame a scheme to be called Cooperative Risk Fund Scheme for the establishment of a fund for meeting the loan liability of those members who have availed loans from the cooperative societies and died within the repayment period of such loans. അതായത് ലോൺ എടുത്ത മെമ്പേഴ്സ് ലോൺ തിരിച്ചടയ്ക്കേണ്ട കാലയളവിലോ അല്ലെങ്കിൽ ഈ തിരിച്ചടയ്ക്കുന്ന ആ പീരീഡ് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലോ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ധനസഹായം കൊടുക്കുക എന്നതാണ് ഈ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിൻ്റെ ലക്ഷ്യം. മരണാനന്തര സഹായമായിട്ട് 3 ലക്ഷം രൂപയും ചികിത്സാ സഹായമായിട്ട് 1,25,000 രൂപയും കൊടുക്കും. 2008 ഏപ്രിൽ 1 മുതലാണ് ഈ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീം വന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് സ്കീമിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 57D. Section 57E of KCS Act deals with Section 57E of KCS Act deals with ഉത്തരം കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. സഹകരണ പുനരുദ്ധാരണ ഫണ്ട്, അതായത് തകർച്ചയിലേക്ക് പോകുന്ന സഹകരണ സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള അതിനുള്ള ധനസഹായം നൽകുന്ന ഫണ്ടാണ് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട്. ഈ സ്കീമിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 57E. Section 57E deals with the Cooperative Revival Fund Scheme. Restriction on borrowings deals with section dash. Restriction on borrowings deals with section dash. ഉത്തരം 58. സെക്ഷൻ 58 പറയുന്നത് restriction on borrowings. A society shall receive deposits and loans only to such extent and under such conditions as may be specified in the bylaw. ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് ഒരു സൊസൈറ്റി ബോറോ ചെയ്യേണ്ടത്, അതുപോലെ ലോണ് കൊടുക്കേണ്ടതും ബോറോ ചെയ്യേണ്ടതും ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമായിരിക്കണം. അപ്പോൾ റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 58. സെക്ഷൻ 59 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 59 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. മെമ്പേഴ്സിന് മാത്രമേ ലോണ് കൊടുക്കാറുള്ളൂ. രജിസ്ട്രാറുടെ സ്പെഷ്യൽ പെർമിഷനോടുകൂടി മറ്റ് സൊസൈറ്റികൾക്കും ലോണ് കൊടുക്കാം. ഇങ്ങനെ ലോണ് കൊടുക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് പറയുന്നത് സെക്ഷൻ 59. സെക്ഷൻ 59 ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ്. എ സൊസൈറ്റി ഷാൽ നോട്ട് സാങ്ഷൻ ലോൺസ് ഓർ അഡ്വാൻസ് എക്സീഡിംഗ് ദ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിംഗ് പവർ ഫിക്സഡ് ബൈ ദ ഡാഷ് ആൻഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി. A society shall not sanction loans or advance exceeding the individual maximum borrowing power fixed by the dash and as provided in the bylaw of the society. ഉത്തരം രജിസ്ട്രാർ. ഏതൊരു സംഘത്തിൻ്റെയും ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിംഗ് പവർ രജിസ്ട്രാർ ഫിക്സ് ചെയ്യുകയും അത് ബൈലോയിൽ മെൻഷൻ ചെയ്യുകയും ചെയ്യും. ഈ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിന് അപ്പുറം സൊസൈറ്റി ലോണ് കൊടുക്കാൻ പാടുള്ളതല്ല. അപ്പോൾ സംഘങ്ങളുടെ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിംഗ് പവർ ഫിക്സ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് രജിസ്ട്രാറാണ്. അത് ബൈലോയിൽ മെൻഷൻ ചെയ്യുകയും വേണം. എ സൊസൈറ്റി ഷാൽ നോട്ട് സാങ്ഷൻ ലോൺസ് ഓർ അഡ്വാൻസ് എക്സീഡിംഗ് ദ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിംഗ് പവർ ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ ആൻഡ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ ബൈലോ ഓഫ് ദ സൊസൈറ്റി.
രജിസ്ട്രാർ ഫിക്സ് ചെയ്ത ഈ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിംഗ് പവറിനേക്കാൾ കൂടുതൽ എമൗണ്ട് സൊസൈറ്റി ലോൺസ് ഓർ അഡ്വാൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവിനും മാനേജിംഗ് കമ്മിറ്റിക്കും പണിഷ്മെൻറ്റ് കിട്ടുന്നതാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എ സൊസൈറ്റി ഷാൽ നോട്ട് സാങ്ഷൻ ലോൺസ് ഓർ അഡ്വാൻസ് എക്സീഡിംഗ് ദ ഇൻഡിവിജ്വൽ മാക്സിമം ബോറോവിംഗ് പവർ ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ ആൻഡ് as provided in the bylaw of the society. For any contravention of this provision, the chief executive and managing committee of the cooperative society concerned shall be liable for punishment provided in subsection 7A of section 94 of the Act. ഈ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്യണം? പ്രൊവിഷൻ എഗെയിൻസ്റ്റ് പ്രവർത്തിച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവിനും മാനേജിംഗ് കമ്മിറ്റിക്കും സെക്ഷൻ 94 സബ്സെക്ഷൻ 7A അനുസരിച്ച് പണിഷ്മെൻറ്റ് കിട്ടുന്നതാണ്. സെക്ഷൻ 59A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 59A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം വാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. ലോണ് കൊടുക്കുന്ന സമയത്ത് ഈട് വെക്കുന്ന പ്രോപ്പർട്ടിയുടെ വാലുവേഷൻ നടത്തുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 59A പറയുന്നത്. സെക്ഷൻ 59A ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് വാലുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. സെക്ഷൻ 59B ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 59B ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം പർച്ചേസ് ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ സൊസൈറ്റീസ്. പർച്ചേസ് ഓഫ് മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ സൊസൈറ്റീസ് ഡീൽസ് വിത്ത് സെക്ഷൻ 59B. മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വാങ്ങുമ്പോൾ പാലിക്കേണ്ട നടപടികൾ കൃത്യമായി പാലിക്കണം എന്നാണ് സെക്ഷൻ 59Bയിൽ പറയുന്നത്. റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ് ഡീൽസ് വിത്ത് സെക്ഷൻ റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ് ഡീൽസ് വിത്ത് സെക്ഷൻ ഉത്തരം സെക്ഷൻ 60. KCS ആക്ടിൻ്റെ സെക്ഷൻ 60 പറയുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. സെക്ഷൻ 61 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 61 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 61. പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആൻ എമൗണ്ട് നോട്ട് ലെസ് ദാൻ 8.33% ഓഫ് ദ പേ ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദ സാലറി ഓഫ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത് ആൻ എമൗണ്ട് നോട്ട് ലെസ് ദാൻ 8.33% ആണ്. അപ്പോൾ പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 61. സെക്ഷൻ 62 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് സെക്ഷൻ 62 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഉത്തരം ഗ്രാറ്റുവിറ്റി. 61 പ്രൊവിഡൻറ്റ് ഫണ്ട്, 62 ഗ്രാറ്റുവിറ്റി. മന്ത്ലി പെയ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് ഗ്രാറ്റുവിറ്റി കിട്ടാനുള്ള യോഗ്യതയുള്ളത്. 5 years സാറ്റിസ്ഫാക്ടറി സർവീസ് അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒരാൾ മരണപ്പെടുകയോ ആ സർവീസിലിരിക്കെ മരണപ്പെടുകയോ റിസൈൻ ചെയ്യുകയോ റിട്ടയർ ആവുകയോ പെർമനൻ്റ്ലി ഡിസേബിൾ ആവുകയോ ഒക്കെ ചെയ്താലാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. അതുപോലെ പറയുന്നുണ്ട് ഗ്രാറ്റുവിറ്റി നോട്ട് എക്സീഡിങ് ഹാഫ് മന്ത്സ് പേ ഫോർ എവരി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അപ്പോൾ ഗ്രാറ്റുവിറ്റിയുടെ എമൗണ്ട് എന്ന് പറയുന്നത് ഹാഫ് മന്ത് പേ ആണ്. അതുപോലെ 15 മാസത്തിൽ കൂടരുത് ഗ്രാറ്റുവിറ്റി എന്നും പറയുന്നുണ്ട്. ഗ്രാറ്റുവിറ്റി ഷാൽ നോട്ട് എക്സീഡ് ഡാഷ്. ഗ്രാറ്റുവിറ്റി ഷാൽ നോട്ട് എക്സീഡ് ഡാഷ്. ഉത്തരം 15 months സാലറി. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ഉത്തരം 1972. 1972 പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് വന്നത്. അതുപോലെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് വന്നത് 1952. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പോൾ 55 മുതൽ 62 വരെയുള്ള സെക്ഷൻസാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത്. ഇനി റൂൾസ് നോക്കാം. 53 മുതൽ 63 വരെയുള്ള റൂളുകളാണ് ഈ ചാപ്റ്റർ 7 വരുന്നത്. ചാപ്റ്റർ 7ൻ്റെ ഹെഡിങ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. റൂൾ 53 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് റൂൾ 53 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് ഉത്തരം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 53.
നമ്മൾ പഠിച്ചു നെറ്റ് പ്രോഫിറ്റിൻ്റെ 5% കൂടാത്ത എമൗണ്ടാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് നീക്കി വെക്കേണ്ടത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ മിനിമം 2000-ഉം മാക്സിമം 1,00,000 രൂപയുമാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൽ ബി റെമിറ്റഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് ബാങ്ക് വിത്തിൻ ഡാഷ് മന്ത്സ് ഓൺ റെസീറ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. Cooperative Education Fund shall be remitted to the credit of Cooperative Bank within dash months on receipt of audit certificate. ഉത്തരം 2 months. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. In the case of failure of remittance of Cooperative Education Fund, the Chief Executive shall be liable to pay penal interest at the rate of dash. In the case of failure of remittance of Cooperative Education Fund, the Chief Executive shall be liable to pay penal interest at the rate of dash. ഉത്തരം 8% per annum. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം ചീഫ് എക്സിക്യൂട്ടീവിനാണ് പിഴ വരുന്നത്. അത് 8% at the rate of 8% per annum. In the case of failure of remittance of Cooperative Education Fund, the Chief Executive shall be liable to pay the penal interest at the rate of 8% per annum. Who shall liable to pay penal interest in a society in the case of failure of remittance of Cooperative Education Fund? Who shall liable to pay penal interest in a society in the case of failure of remittance of Cooperative Education Fund? ഉത്തരം ചീഫ് എക്സിക്യൂട്ടീവ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് റെമിറ്റ് ചെയ്യാതിരുന്നാൽ ആർക്കാണ് പിഴ വരുന്നത്? അത് ചീഫ് എക്സിക്യൂട്ടീവിനാണ്. കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. ഉത്തരം നോട്ട് മോർ ദാൻ 5 members. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. എന്നാൽ ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ആ കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ആ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം. ഉത്തരം നോട്ട് മോർ ദാൻ 5. കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 5. Rule 53A of KCS rules deals with Rule 53A of KCS rules deals with ഉത്തരം മെമ്പർ റിലീഫ് ഫണ്ട്. മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 53A. റൂൾ 53 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. റൂൾ 53A മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 10%. മെമ്പർ റിലീഫ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ദ മെമ്പർ റിലീഫ് ഫണ്ട് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. ദ മെമ്പർ റിലീഫ് ഫണ്ട് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. ഉത്തരം 3 members. നേരത്തെ പറഞ്ഞതുപോലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മെമ്പർ റിലീഫ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് അത് ഉപയോഗപ്പെടുത്തുന്നത് ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അല്ലെങ്കിൽ ആ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. ആ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 3. ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, സെക്രട്ടറി ടു ഗവൺമെൻറ് ആൻഡ് രജിസ്ട്രാർ. ഇങ്ങനെ 3 അംഗങ്ങളാണ് ഈ ഒരു കമ്മിറ്റിയിൽ ഉള്ളത്. The member relief fund shall be utilized as per the direction of a committee consisting of 3 members. In the case of failure of remittance of member relief fund, the chief executive of the society shall be liable to pay the penal interest at the rate of dash. In the case of failure of remittance of member relief fund, the chief executive of the society shall be liable to pay the penal interest at the rate of dash. ഉത്തരം 6%. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കാര്യത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് കൊടുക്കേണ്ട പിഴ എന്ന് പറയുന്നത് 8%. എന്നാൽ മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ കേസിൽ ചീഫ് എക്സിക്യൂട്ടീവ് കൊടുക്കേണ്ട ഫൈൻ 6%. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഫണ്ടിൻ്റെ കേസിൽ 8%, മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ കേസിൽ 6% ചീഫ് എക്സിക്യൂട്ടീവ് ഫൈൻ കൊടുക്കേണ്ടത്.
In the case of failure of remittance of member relief fund, the chief executive of the society shall be liable to pay the penal interest at the rate of 6%. Rule 54 of KCS rules deals with ഉത്തരം മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് പറയുന്നത് റൂൾ 54 എ സൊസൈറ്റി ഷാൽ നോട്ട് ഇൻവെസ്റ്റ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ. എ സൊസൈറ്റി ഷാൽ നോട്ട് ഇൻവെസ്റ്റ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ. ഉത്തരം നോട്ട് മോർ ദാൻ 5%. ഒരു സൊസൈറ്റിയും അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 5% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് റൂൾ 54(1) പറയുന്നുണ്ട്. ഏതൊരു സൊസൈറ്റിയും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ രജിസ്ട്രാറുടെ റൈറ്റിങ്ങിലുള്ള സാങ്ഷൻ എടുക്കണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സൊസൈറ്റിയുടെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ളതായിരിക്കണം. ഇൻവെസ്റ്റ് ദ ഹോൾ ഓർ എനി പോർഷൻ ഓഫ് ഇറ്റ്സ് ഫണ്ട്സ് ഫോർ ദ പർച്ചേസ് ഓർ ലീസ് ഓഫ് ലാൻഡ് ഓൺ അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ഓർ റിന്യൂവൽ ഓഫ് എനി ബിൽഡിംഗ് ദാറ്റ് മേ ബി നെസസറി ടു കണ്ടക്ട് ദ ബിസിനസ്. കൂടാതെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ബൈലോയ്ക്കനുസരിച്ച് സെക്ഷൻ 56 പ്രകാരം ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന ബാലൻസ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നായിരിക്കണം സൊസൈറ്റി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. ഒരു സൊസൈറ്റിയും അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 5% കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് രജിസ്ട്രാറുടെ പ്രീവിയസ് സാങ്ഷൻ ആവശ്യമാണ്. The registrar shall grant such a sanction for the investment of funds after evaluating the financial condition of the society, necessity of such investment, feasibility of the project for which funds are invested. രജിസ്ട്രാർ സാങ്ഷൻ കൊടുക്കുന്നതിന് മുൻപേ സംഘത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യകതയും ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് രജിസ്ട്രാർ പെർമിഷൻ കൊടുക്കുന്നത്. As per Rule 54(1)(b), the valuation of the immovable property shall be fixed by a committee constituted by dash. As per Rule 54(1)(b), the valuation of the immovable property shall be fixed by a committee constituted by dash. ഉത്തരം രജിസ്ട്രാർ. റൂൾ 54 നമ്മൾ പറഞ്ഞു മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്. എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് റൂൾ 54 54(1)(b) പ്രകാരം ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം രജിസ്ട്രാർ. 54(1)(b) പ്രകാരം ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ആ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റീനെ നിയമിക്കുന്നത് രജിസ്ട്രാറാണ്. ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നവരാരൊക്കെയാണെന്ന് നോക്കാം. ജോയിൻറ്റ് രജിസ്ട്രാർ ഓർ ദ ഡിസ്ട്രിക്റ്റ് ഓഫീസർ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് കൺസേൺഡ്, ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് ദ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓഫ് ദ ഡിസ്ട്രിക്റ്റ്, the valuation officer of the primary cooperative agricultural and rural development bank in the area of operation of the society, a retired officer from the revenue department not below the rank of deputy tahsildar, a retired officer from the registration department not below the rank of sub registrar. ഇനി ഈ പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത് എ റിട്ടയർഡ് ഓഫീസർ ഫ്രം ദ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാൽ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ കമ്മിറ്റി ഫോർ ഫിക്സിംഗ് ദ വാല്യൂ ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഈ ഒരു കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഈ കമ്മിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ഈ കമ്മിറ്റിയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത്. The registrar may issue guidelines on the amount to be spent by each type and class of society in every dash year for the purchase of movable properties that may be necessary for the conduct of the business of the societies. The registrar may issue guidelines on the amount to be spent by each type and class of society in every dash for the purchase of movable properties that may be necessary for the conduct of the business of the society. ഉത്തരം 3 years. അതായത് സൊസൈറ്റിയുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മൂവബിൾ പ്രോപ്പർട്ടീസിലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസ് ഓഫ് സൊസൈറ്റി അനുസരിച്ച്
രജിസ്ട്രാർ ഓരോ 3 വർഷം കൂടുമ്പോൾ ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യും. അതാണ് റൂൾ 54(4) പറയുന്നത്. ആസ് പെർ റൂൾ 54 സബ് റൂൾ 4, the registrar may issue guidelines on the amount to be spent by each type and class of society in every 3 years for the purchase of movable properties that may be necessary for the conduct of the business of the societies. Rule 55 of KCS rules deals with Rule 55 of KCS rules deals with ഉത്തരം restriction on borrowings. Restrictions on borrowings. ബോറോ ചെയ്യുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് പറയുന്ന റൂളാണ് റൂൾ 55. റൂൾ 56 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് റൂൾ 56 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് ഉത്തരം റെസ്ട്രിക്ഷൻസ് ഓൺ ഗ്രാൻഡ് ഓഫ് ലോൺസ്. ലോണ് കൊടുക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻ പറയുന്ന റൂളാണ് റൂൾ 56. റൂൾ 56A ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് റൂൾ 56A ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് ഉത്തരം വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. ലോണ് കൊടുക്കുന്ന സമയത്ത് വെക്കുന്ന ഈടായിട്ട് വെക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യുവേഷനെക്കുറിച്ച് പറയുന്നത്, വാല്യുവേഷൻ നടത്തുന്നതിനെക്കുറിച്ച് പറയുന്നത് റൂളാണ് റൂൾ 56A. സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 59A ആണ്. സെക്ഷൻ 59Aയും റൂൾ 56Aയും പറയുന്നത് വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ്. As per Rule 56A, the valuation of immovable property to be placed as security to a cooperative society for availing loans, where the loan amount is up to rupees 10 lakhs, shall be valued by the valuation of immovable property to be placed as security to a cooperative society for availing loans, where the loan amount is up to rupees 10 lakhs, shall be valued by ഉത്തരം an officer or the officers in the supervisory cadre authorized by the committee. അതായത് ചോദ്യം ഇതാണ്, 10 ലക്ഷം രൂപ വരെ ലോണ് കൊടുക്കുമ്പോൾ സെക്യൂരിറ്റി ആയിട്ട് വെച്ച ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത് ആരാണ്? അത് കമ്മിറ്റി ഓതറൈസ് ചെയ്യുന്ന സൂപ്പർവൈസറി കേഡറിലുള്ള ഓഫീസറോ ഓഫീസേഴ്സോ ആയിരിക്കും. The valuation of immovable property to be placed as security to a cooperative society for availing loans, where the loan amount is up to rupees 10 lakhs, shall be valued by an officer or the officers in the supervisory cadre authorized by the committee. ഇനി ലോൺ എമൗണ്ട് 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത് കമ്മിറ്റി നിയോഗിക്കുന്ന 5 പേരടങ്ങുന്ന ഒരു പാനലാണ്. 5 പേരിൽ 2 പേർ ഓഫീസേഴ്സ് ആയിരിക്കും. ആ ഓഫീസേഴ്സിൽ ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവാണ്. പിന്നെ 2 പേർ കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്നവരാണ്. പിന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂവറും. അങ്ങനെ 5 പേരടങ്ങുന്ന പാനലാണ് ലോൺ എമൗണ്ട് 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത്. ഈ ഇൻഡിപെൻഡൻറ്റ് വാല്യൂവർ എന്ന് പറയുന്നത് ഒന്നുകിൽ റിട്ടയർഡ് ഓഫീസർ ഫ്രം ദ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി തഹസീൽദാർ, അല്ലെങ്കിൽ റിട്ടയർഡ് ഓഫീസർ ഫ്രം ദ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് രജിസ്ട്രാർ. ഇനി ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ നടത്തുന്നത് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ് എ റിട്ടയർഡ് ഓഫീസർ ഫ്രം ദ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ. അപ്പോൾ റൂൾ 56A പറയുന്നത് വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടിയാണ്. റൂൾ 57 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് റൂൾ 57 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് ഉത്തരം ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 60 ആണ്. റൂൾ 57 ആണ്. റൂൾ 58 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് റൂൾ 58 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് ഉത്തരം പ്രൊവിഡൻറ്റ് ഫണ്ട്. PF അല്ലെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന റൂളാണ് 58. PFനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 61 ആണ്. റൂൾ 59 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് റൂൾ 59 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് ഉത്തരം ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റിനെ കുറിച്ച് പറയുന്ന റൂൾ 59 സെക്ഷൻ 62 ആണ്. റൂൾ 60 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് റൂൾ 60 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് ഉത്തരം മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുന്നത് റൂൾ 60 ആണ്.
Object of reserve fund and disposal thereof on the winding up of a society is specified in rule dash. Object of reserve fund and disposal thereof on the winding up of a society is specified in rule dash. ഉത്തരം റൂൾ 61. റൂൾ 61 പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് റിസർവ് ഫണ്ട് ആൻഡ് ഡിസ്പോസൽ ദെയർ ഓഫ് ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി. The object of reserve fund is ഉത്തരം to meet unforeseen losses. റിസർവ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു മീറ്റ് അൺഫോർസീൻ ലോസസ് ആണ്. വിത്ത് ദ പ്രയർ സാങ്ഷൻ ഓഫ് ഡാഷ് ദ സൊസൈറ്റി ക്യാൻ യൂട്ടിലൈസ് ദ റിസർവ് ഫണ്ട് ഇൻ ഫുൾ ഓർ ഇൻ പാർട്ട് ഇൻ ദ ബിസിനസ്. വിത്ത് ദ പ്രയർ sanction of dash can utilize the reserve fund in full or in part in the business. ഉത്തരം ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനോട് കൂടിയാണ് റിസർവ് ഫണ്ടിൻ്റെ മുഴുവൻ എമൗണ്ട് അല്ലെങ്കിൽ പാർട്ട് സൊസൈറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നത്. അതിന് ആരുടെ സാങ്ഷനാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഗവൺമെൻറ്റിൻ്റെയാണ്. എന്നാൽ 50% റിസർവ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് രജിസ്ട്രാറുടെ സാങ്ഷൻ മതി. With the prior sanction of registrar, society can utilize 50% of the reserve fund. 100% റിസർവ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റിസർവ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൻ്റെ പെർമിഷനാണ് വേണ്ടത്. 50% ഓഫ് റിസർവ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ രജിസ്ട്രാറുടെ സാങ്ഷൻ മതി. റൂൾ 62 ഓഫ് KCS റൂൾസ് ഡീൽസ് വിത്ത് ഉത്തരം റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ്സ് ആൻഡ് ലോസസ്. റൂൾ 62 പറയുന്നത് റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ് ആൻഡ് ലോസസ് ആണ്. ദ അതോറിറ്റി കോമ്പിറ്റൻറ്റ് ടു റൈറ്റ് ഓഫ് ബാഡ് ഡെറ്റ്സ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഉത്തരം ജനറൽ ബോഡി. അപ്പോൾ റൂൾ 62 പറയുന്നത് റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ്സ് ആൻഡ് ലോസസ് ആണ്. Rule 63 of KCS rules deals with ഉത്തരം മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ്. ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത് റൂൾ 63 ഫ്ലൂയിഡ് റിസോഴ്സസ് ആർ കെപ്റ്റ് ബൈ ഉത്തരം ഓൾ സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റീസാണ് ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. റൂൾ 63 പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ്. 53 മുതൽ 63 വരെയുള്ള റൂളുകളും 55 മുതൽ 62 വരെയുള്ള സെക്ഷൻസുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.